അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നോ? അതായത് ഋതുക്കുട്ടിനെ നീ നോക്കണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ബോഡി ഷേവിങ്ങും ചേച്ചിക്കെതിരെ നടക്കാറുണ്ട്. അതായത് ചേച്ചിയുടെ ഫേസ് കാണാൻ എലിയനെ പോലെയാണ്, എന്താ ഹാൻഡ്സ് വെച്ചിട്ടാണ്. എനിക്ക് കേട്ട് ശീലമായി, പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല അങ്ങനത്തെ കാര്യങ്ങൾ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അമ്മ ഈ തരത്തില് ഫോട്ടോഷൂട്ടൊക്കെ അങ്ങനെയൊക്കെ പോകുമായിരുന്നോ? രണ്ടുപേരും അഭിനയിക്കുന്നില്ല, അപ്പം അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരിക്കും. അപ്പം കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത്, പിന്നെ എനിക്ക് അമ്മേനെ അറിയാം. അങ്ങനെ സ്വന്തമായിട്ടൊരു ജോലി ആയിക്കഴിഞ്ഞ ഋതുക്കുട്ടിന്റെ എഡ്യൂക്കേഷന്റെ ചെലവൊക്കെ അങ്ങനെയുള്ളൊരു ഇതുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും. അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നോ? അതായത് ഋതുക്കുട്ടിനെ നീ നോക്കണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അവര് വാശിയുണ്ടോ അച്ഛനില്ല ഇനി ഋതുക്കുട്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ളത്? അതെ, ഞാൻ ഇവിടെ വന്നപ്പോഴാണെങ്കിലും കണ്ടു നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു സ്നേഹമാണ്. ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, പോകുന്നു എന്ന് പറയുമ്പോഴാണെങ്കിൽ തന്നെ ആള് ഭയങ്കര സങ്കടത്തിലാ. അങ്ങനെ അപ്പം എന്താ പറയാ, എപ്പോഴാണെങ്കിലും ഇങ്ങനെ തോന്നാറുണ്ടോ വേണ്ട ദൂരെ നിന്ന് മാറി പഠിക്കണ്ടായിരുന്നു, അവനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു കാര്യം? അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ, അതായത് രേണു ചേച്ചി വീഡിയോ ഇങ്ങനെ ഈ തരത്തിലൊക്കെ വൈറലാകാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് കിച്ചുവിനെ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല, ഒരു തരത്തിലുള്ള ഒരു പ്രസൻസും കിച്ചുവിൻ്റെ അത് അറിയുന്നില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പുതിയ വീട് വെച്ചിരിക്കുന്നത് രേണു ചേച്ചിയുടെ പേരിലാണ്, അത് കാരണം കിച്ചുവിനെ ഇറക്കി വിട്ടു. പക്ഷെ രേണു ചേച്ചി പറഞ്ഞു ഇല്ല, ഇതെന്റെ പേരിലല്ല, രേണു ചേച്ചിയുടെ പേരിലെ അല്ല ഈ ഒരു വീട് വന്നിരിക്കുന്നത്, സുചേന്റെ മക്കളായ കിച്ചുവിന്റെയും ഋതുവിന്റെയും പേരിലാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നതെന്ന് രേണു ചേച്ചി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ആൾക്കാർ പലരും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഇതെല്ലാം രേണു ചേച്ചി പറയുന്നത് മാത്രമാണ്. കിച്ചുവിന്റെ സൈഡിൽ നിന്ന് ഇതിനെന്താ പറയാ, ഇതിനെ അനുകൂലിച്ചാണെങ്കിലും കിച്ചുവിന്റെ റെസ്പോൺസ് ഒന്നും ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. കിച്ചുവിന് എന്താ പറയാനുള്ളത്? വീട് ശരിക്കും ആരുടെ പേരില? ഇങ്ങനെ എല്ലാവർക്കും അറിയാലോ എന്റെ പേരില വീട് വെച്ചപ്പോ തന്നെ എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തന്നെ. ഇപ്പൊ ന്യൂസിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാവുന്നവർക്കറിയാം, പിന്നെ അറിയാത്തവരിങ്ങനെയാണെന്ന് പറയും. ഇപ്പോ ബിഗ് ബോസിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതില് രേണു ചേച്ചിയുടെ പേരും ആഡ് ആയിട്ടുണ്ട്. അത്തരത്തില് ബിഗ് ബോസിലേക്ക് കോള് വന്നു കഴിഞ്ഞാൽ അമ്മ പോകുന്നതിനോട് എന്താ കിച്ചുവിന്റെ അഭിപ്രായം? പോണം തന്നെയാണ്. അതെ അതെ, എന്നുവെച്ചാൽ കൂടുതൽ ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പുറമെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളുള്ളവർ പോലും ഈ ബിഗ് ബോസിനകത്തേക്ക് ചെന്ന് ഭയങ്കര നെഗറ്റീവ് ആകാറുണ്ട് അവരെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ. ഇത് ഓൾറെഡി ചേച്ചിയെ പറ്റിയിട്ട് ഭയങ്കര മോശം കമന്റും കാര്യങ്ങളും ഒക്കെ വരുന്നതിന്റെ ഇടയ്ക്ക് ചേച്ചിയെ ബിഗ് ബോസിലേക്ക് വിളിക്കുകയാണ്. അപ്പം ഒരു ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടോ? അതായത് എങ്ങനെയാകും പുറത്തേക്ക് വരുന്ന അഭിപ്രായങ്ങൾ, അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടോ കിച്ചുവിന്? ബിഗ് ബോസിലേക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉറപ്പായിട്ടും പോകണം എന്നല്ലേ പറയും. അതുപോലെ രേണു ചേച്ചിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് ബോഡി ഷേവിങ്ങും ചേച്ചിക്കെതിരെ നടക്കാറുണ്ട്. അതായത് ചേച്ചിയുടെ ഫേസ് കാണാൻ എലിയനെ പോലെയാണ്, എന്താ ഹാൻഡ്സ് വെച്ചിട്ടാണോ നീ നിൽക്കുന്നത്, നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ കമന്റുകൾ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നാറുള്ളത്? അതായത് അമ്മേനെ അത്തരത്തിൽ ആക്ഷേപിക്കുന്നതിനോട് എന്താ കിച്ചുവിന്റെ അഭിപ്രായം? ഒന്നാമത്തെ കാര്യം, ഞാൻ നല്ല വണ്ണമായിരുന്നു ആ ടൈമിൽ. എനിക്കും കുറെ എനിക്ക് കേട്ട് ശീലമായി, പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ കേൾക്കും. പക്ഷെ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആരെയും അങ്ങനെ പറയാനുള്ള ഇതില്ല. എല്ലാത്തവർക്കും ഓരോരുത്തരുടെ ഇഷ്ടമുണ്ട്, അതുപോലെ കണക്ക്. അപ്പൊ ഞാൻ നേരത്തെ നല്ല വണ്ണമായിരുന്നു. എനിക്ക് ആ ടൈമിൽ എനിക്കും കുറെ ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിച്ചു അതുപോലെ കൊല്ലത്ത് ആണല്ലോ നിക്കുന്നത്. അപ്പം അവിടുത്തെ ഫാമിലി എങ്ങനെയാ? ഋതുക്കുട്ടിനെയൊക്കെ അന്വേഷിക്കാറുണ്ടോ? അവര് ഡെയിലി വിളിക്കാറൊക്കെ ഉണ്ട് ഇങ്ങോട്ടും. അമ്മ വിളിക്കുമ്പോൾ അമ്മ എപ്പോഴും ഷൂട്ടിലായിരിക്കും. അപ്പം ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇവിടെ വരുമ്പോഴായിരിക്കും കൂടുതൽ വിളിക്കുന്നത്. അതെ, കിച്ചു ഇവിടെ വരുമ്പോ കിച്ചുവിന്റെ ഫോൺ ഇവിടെ വരുമ്പം വലിയച്ഛനാണെങ്കിലും വല്യമ്മയാണെങ്കിലും വിളിക്കും, വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും. അച്ഛനുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അമ്മ ഈ തരത്തില് ഫോട്ടോഷൂട്ടൊക്കെ അങ്ങനെയൊക്കെ പോകുമായിരുന്നോ? എന്താ അവിടെ ആണെങ്കിൽ ഞാനിപ്പോ സെയിം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അവരും പറയുന്നത് അമ്മയുടെയായിട്ടൊരു ഇഷ്ടമുണ്ടല്ലോ, നടക്കട്ടെ. അങ്ങനെ അമ്മ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തന്നെ ദാസേട്ടനായിട്ടുള്ള വീഡിയോസ് വന്നതിന് ശേഷം. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോ വന്നതിന് ശേഷം ഇവരുടെ രണ്ടുപേരെയും ചേർത്ത് വളരെ മോശമായിട്ടൊരു കമന്റ് വരികയും അതിനെതിരെ ദാസേട്ടൻ ഒരു സൈബർ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചു? അവർ രണ്ടുപേരും അഭിനയിക്കുന്നില്ല, അപ്പം അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരിക്കും. അപ്പം കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊടുത്ത് അവർക്ക് രണ്ടുപേർക്കും അവർ രണ്ടുപേരും അറിയാലോ എങ്ങനെയാണ്. പിന്നെ എനിക്ക് അമ്മേനെ അറിയാം. അപ്പൊ അവർ രണ്ടുപേരും അഭിനയിക്കുന്നില്ല, അപ്പം ബാക്കിയുള്ളവരാണല്ലോ അഭിനയിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ. കേസ് കൊടുത്താൽ നല്ലൊരു കാര്യം, അങ്ങനെ പോട്ട്. ഉറക്കത്തിൽ നിന്നൊക്കെ എണ്ണീറ്റിരിക്കുക, അതുകൊണ്ട് വയ്യ ഒന്നും പറയാൻ. അങ്ങനെയാണോ? ഉറക്കം വരുന്നുണ്ടോ കുഞ്ഞിന്? ആണോ? ഉച്ചയ്ക്ക് ഉറക്കമായിരുന്നോ ഇത്രയും നേരം?
ഓ കിച്ചു ചേട്ടനെ കണ്ടതിന് സന്തോഷമില്ലേ? കിച്ചു ചേട്ടൻ ഒരു ചക്കര ഉമ്മ കൊടുത്തേ. ഋതപ്പം കിച്ചു ചേട്ടൻ്റെ കൂടെ പോകുന്നുണ്ടോ കൊല്ലത്തേക്ക്? പോവാണോ? എന്താ കിച്ചു ചേട്ടനെ പിരിഞ്ഞു നിക്കാൻ പറ്റില്ലേ? കിച്ചു ചേട്ടനെ എപ്പോഴും കാണണോ കുഞ്ഞിന്? ആണോ? കിച്ചു ചേട്ടൻ എന്നും വിളിക്കാറില്ലേ കൊല്ലത്ത് പോയാലും കുഞ്ഞിനെ? കിച്ചു ചേട്ടൻ ഒരു പാട്ട് പാടിക്കൊടുത്തേ, നല്ലൊരു പാട്ട് പാടിക്കൊടുത്തേ. പാട്ട് എനിക്കറിയില്ല.